എത്രമാത്രം വളരുന്നുവോ അത്രമാത്രം കുട്ടിത്തം കൂടുകയായിരുന്നു എനിക്ക്. കോട്ടക്കൽ ആര്യവൈശാലയിലെ തൊഴിലാളിയായ ട്രേഡ് യൂണിയൻ രംഗത്ത് നേതാവായിരുന്ന ഉള്ളാട്ടിൽ ഗംഗാധരൻ നായരുടെ സീമന്തപുത്രന് വീട്ടിൽ രാഷ്ട്രീയം ഒഴിഞ്ഞ സമയമില്ലാത്ത അച്ഛൻ്റെ തിരക്കുകൾ, തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ഒരു അമ്മ, അതും എൻ്റെ അമ്മ. ആ അച്ഛൻ്റെ മകനായിരുന്നു ഞാൻ. പിന്നെ വളരെ സ്വാത്വികരായിട്ടുള്ള ഒരു ചേട്ടൻ, ഒരു ചേച്ചി. എന്തിനേറെ അവരുടെ വികൃതിയും കുസൃതിയും എല്ലാം ലഭിച്ചത് എനിക്ക്, അടി വാങ്ങുന്നത് അവരും. രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അന്നും ഇന്നും എന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കാറുമില്ല. ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നത് എൻ്റെ കതർധാരികളായ ആളുകളും ചർച്ചകളും മീറ്റിങ്ങുകളും ഒക്കെ തന്നെയായിരുന്നു നാലുകെട്ടിനകത്ത് പലപ്പോഴും അരങ്ങേറിയിരുന്നു. എ കെ ആൻ്റണി, ഉമ്മൻചാണ്ടി, പി സി ചാക്കോ, വി എം സുധീരൻ, ആര്യടൻ മുഹമ്മദ് എന്നിവർ പലപ്പോഴും ചർച്ചകൾക്കായി വീട്ടിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് പിളർന്നപ്പോൾ കോൺഗ്രസ് യു എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ ദേവരാജ അരസ് എന്നോ ഉള്ള ഒരു ദേശീയ നേതാവിൻ്റെ കീഴിൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് യു കോൺഗ്രസ്സായി മാറിയപ്പോൾ കോട്ടക്കൽ ആര്യവൈശാലയുടെ ട്രേഡ് യൂണിയൻ നേതാവായ അച്ഛനെ കൂടെ നിർത്താനും അച്ഛൻ്റെ അടക്കമുള്ള ആളുകളെ കൂടെ നിർത്താൻ സമ്മേളനം നടത്തിയത്, അല്ലെങ്കിൽ രഹസ്യ ചർച്ച നടത്തിയ നേരിയ ഓർമ്മയും ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ അറിയുന്നു. തുടർന്ന് എൻ്റെ ജീവിത കാലയളവിൽ പറക്കമുറ്റാത്ത ആ ഉണ്ണി ഓടി നടന്ന് കളിച്ച് വളർന്ന ആ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച ഞാൻ തന്നെ ഒരു പക്ഷേ ഔദ്യോഗികമായിട്ട് കേരളത്തിലെ ഫോട്ടോ ജേർണലിസ്റ്റായി ഈ പറയുന്ന നേതാക്കന്മാരുടെ എല്ലാം തന്നെ ഔപചാരികമായ പടങ്ങളെടുക്കാൻ നിയോഗിതനായി. അത് എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഡൽഹിയിൽ നിന്ന് ആദ്യമായി ഫ്ലൈറ്റിൽ ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നതും, അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേന്ദ്ര ഭക്ഷ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. തുടർന്ന് ഉമ്മൻചാണ്ടി, വി എം സുധീരൻ, പി സി ചാക്കോ എന്നീ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ചടങ്ങുകളും അവരുമായി ഒഫീഷ്യലായിട്ട് ഒരു ബന്ധം നിലനിർത്താൻ ഉണ്ണി കോട്ടക്കൽ എന്ന ഫോട്ടോ ജേർണലിസ്റ്റിന് കഴിഞ്ഞു എന്നത് ഒരു ചരിത്ര നിയോഗമായിരിക്കാം. അപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ഇന്നലെകളുടെ ഓർമ്മകൾ അവരോട് പറയുമായിരുന്നില്ല. ആ വീട്ടിലെ വർഷങ്ങൾക്ക് മുൻപ് ആ ഒത്തുകൂടിയ വീട്ടിൽ നിന്നും ഓടിച്ചാടി കളിച്ച് വളർന്ന ഉണ്ണിയാണെന്ന്. കാരണം അന്നും ഇന്നും എന്നും എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, എനിക്ക് മതവും ഉണ്ടായിരുന്നില്ല. മനുഷ്യത്വം എന്നുള്ള മതത്തിലും രാഷ്ട്രീയം എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ള സമത്വവും അതായിരുന്നു എൻ്റെ രാഷ്ട്രീയം. വികൃതിയിലും കുസൃതിയിലും അന്ന് തന്നെ മാസ്റ്ററേറ്റ് ബിരുദമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ പഠിപ്പിൽ താരതമ്യേന പുറകോട്ടായിരുന്നു. ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്ന സാഹചര്യം പോലെ SSLC കടമ്പ കടക്കാൻ ഞാൻ ഏറെ പ്രയാസപ്പെട്ടു. 1-2 ചാട്ടങ്ങൾ ചാടിയതിന് ശേഷം മാത്രമേ എനിക്ക് ആ ഹഡിൽസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ. എൻ്റെ കൂടെ ഓടിയവരൊക്കെ ഒരു പക്ഷേ എനിക്ക് മുൻപേ ഹൈറ്റിൻ്റെ കാര്യത്തിലും
ലോങ് ജമ്പിൻ്റെ കാര്യത്തിലും എന്നെ പിന്നിലാക്കി മുന്നോട്ട് പോയിരുന്നു. തുടർന്ന് എനിക്ക് എവിടെ നിന്നും ഒരു നിർബന്ധം അടിച്ചേൽപ്പിച്ചിരുന്നില്ല. സ്വമേധയാ അമ്മയുടെ വാത്സല്യത്തോടു കൂടെയുള്ള സ്നേഹത്തോടു കൂടിയുള്ള നിർദ്ദേശങ്ങൾ തുറന്ന് അല്പം വൈകിയാണെങ്കിലും ഞാൻ ഹഡിൽസ് ചാടിക്കടന്നു. അതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായ ചില നിമിഷങ്ങളിലൂടെയായിരുന്നു. ഡോക്ടറേറ്റ് പഠനത്തിൻ്റെ കാര്യത്തിലല്ലല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നും കോളേജിൽ, സാധാരണഗതിയിലുള്ള കോളേജിൽ സീറ്റ് കിട്ടുക പ്രയാസം തന്നെയായിരുന്നു. പാരലൽ കോളേജിൽ, മലപ്പുറത്ത് ജവഹർ കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് ഞാൻ രംഗപ്രവേശം ചെയ്യുന്നു. അന്ന് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒഡേസ എന്നുള്ള ഒരു പ്രസ്ഥാനവുമായി പ്രവർത്തകരുമായി വ്യക്തിപരമായിട്ട് ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു. കാരണം കോട്ടക്കൽ കേന്ദ്രമായി കളം എന്ന ഒരു ചിത്ര സംഘടന ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്കൂൾ വേളകൾ എല്ലാം തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെയും ഞാൻ റസാഖ് കോട്ടക്കൽ എന്ന ഒരു പ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ ഒന്നിച്ച് സ്റ്റുഡിയോയിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. സ്റ്റുഡിയോ പഠനത്തോടൊപ്പം തന്നെയായിരുന്നു എൻ്റെ കോളേജ് പഠനവും കൊണ്ട് നടന്നിരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ റസാഖ് കോട്ടക്കൽ, കളം രാജൻ, അങ്ങനെ ഒരു നിര ബുദ്ധിജീവികളുടെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു കോട്ടക്കൽ. അന്ന് അവിടെയായിരുന്നു കോട്ടക്കൽ ആസ്ഥാനമാക്കിയിട്ടുള്ള കളം എന്ന ചിത്രസംഘടനയിലായിരുന്നു ഇന്ത്യയിലെ പ്രസിദ്ധരായ ചിത്രകാരന്മാർ പുണിഞ്ചിത്തായാലും സീക്കര, യൂസഫറക്കൽ, നമ്പൂതിരി തുടങ്ങിയ പ്രഗത്ഭരുടെ നിരകളെല്ലാം തന്നെ അവിടെ ഒത്തുകൂടാറുണ്ടായിരുന്നു. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശക്തിയായി പ്രതികരിച്ചിരുന്നു. പ്രതിഷേധത്തിൻ്റെ ഒരു റൂട്ടിലൂടെയാണ് ഞാൻ അവർക്കൊപ്പം സഞ്ചരിച്ചത്. കൂട്ടത്തിലുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ മലപ്പുറത്തുള്ള ഒരു പാരലൽ കോളേജിൽ ഞാൻ പോവുകയും അക്കാലത്താണ് ഒരു ജപ്പാൻ കൃഷിക്കാരനായ മസുനോബ ഫുക്കുവോക്ക എന്ന അദ്ദേഹത്തിൻ്റെ വൺ സ്ട്രോ റെവല്യൂഷൻ, അതായത് ഒറ്റവൈക്കോൽ വിപ്ലവം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജൈവകൃഷിയുടെ സാധ്യതകളെക്കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു കർഷകനായിരുന്നു മസുനോബ ഫുക്കുവോക്ക. അദ്ദേഹത്തിൻ്റെ ബുക്ക് കോട്ടക്കൽ കളം സംഘടന ഏറ്റെടുത്ത് വിതരണത്തിന് എത്തിച്ചിരുന്നു. ആ ബുക്ക് കോളേജിൽ വിതരണം ചെയ്തു എന്നതിൻ്റെ പേരിൽ അന്ന് ആ കാലഘട്ടത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളും മൂവ്മെൻറ്റുകളും വളരെ സജീവമായൊരു കാലഘട്ടം കൂടിയായിരുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ പലരും ഇതുമായി പ്രതികരിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ പലരും തെറ്റിദ്ധരിച്ചിരുന്നെന്ന് സംശയിക്കുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ അറിയുന്ന ഒരു ലൈറ്റ് ട്യൂബ് ലൈറ്റ് മാത്രമായിരുന്നു. ഈ പറയുന്ന നക്സലൈറ്റ് എന്താണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. തിന്മയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവർക്കൊപ്പം ഞാൻ കൂടാറുണ്ടായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു ആ ബുക്ക് ഞാൻ കോളേജിൽ വിൽപ്പന നടത്തിയത്. അതിൻ്റെ പേരിൽ എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്നെ കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നപ്പോൾ നിർഭാഗ്യരായ 4 കുട്ടികൾ കൂടി എൻ്റെ ആവേശം മൂത്ത് എനിക്കൊപ്പം ഇറങ്ങിപ്പോന്നു. തുടർന്ന് മലപ്പുറത്ത് തന്നെ കോട്ടക്കുന്നിൽ ബ്രില്യൻ്റ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ്, ഈ
ബുദ്ധിജീവികളുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ചു. അവിടെ ആഴ്ചയിൽ 3 ദിവസം സ്റ്റുഡിയോയിലും ബാക്കി ദിവസം ഞാൻ ക്ലാസ്സിലും കയറുമായിരുന്നു. അവിടെ പഠിക്കുക മാത്രമല്ല, പഠിപ്പിക്കുകയും കൂടിയായിരുന്നു ജോലി. ഇന്നും ഞാൻ ഓർക്കുന്നു ജോൺ എബ്രഹാമിനെ പോലെ അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മറിയാൻ രംഗത്തിറങ്ങിയ സമയമായിരുന്നു. അമ്മറിയുന്നതിൻ്റെ ജനകീയ പിരിവുകളൊക്കെ നടത്താൻ നേതൃത്വം കൊടുത്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുലബന്ധം എനിക്ക് ജോൺ എബ്രഹാമിനോടും ഉണ്ടായിരുന്നു. ഇന്നും ഞാൻ ഓർക്കുന്നു, എക്കണോമിക്സ് ചില ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മലപ്പുറം കുന്നുമ്മൽ ബ്രില്യൻ്റ് കോളേജിന് സമീപത്തൊരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. കള്ളല്ല, ചാരായം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മൂക്കറ്റം കുടിച്ച് ജോൺ എബ്രഹാം അവിടുന്ന് ക്ലാസ്സിലേക്കൊരു വരവുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ പോക്കറ്റിലുള്ള ചില്ലറ പൈസ കൊടുത്തില്ലെങ്കിൽ പൈസ കൊടുക്കാൻ അല്ല ഉദ്ദേശം, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ ക്ലാസ്സുകളായിരുന്നു പലപ്പോഴും പിന്നീട് അരങ്ങേറിയിരുന്നത്. അങ്ങനെ പിന്നീട് ലോകം തിരിച്ചറിഞ്ഞ വലിയ മഹാനായ അദ്ദേഹത്തിൻ്റെ ഒപ്പം എനിക്ക് പരിചയപ്പെടാനും അവരുടെ ഒരു ഭാഗമാവാനും അതുപോലെ തന്നെ സുരാസു ഭാഗ്യമുണ്ടായി എന്നത് അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. തുടർന്ന് പ്രീ ഡിഗ്രിക്ക് ശേഷം പൂർണ്ണമായും സ്റ്റുഡിയോയുടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ ആവേശത്തിൽ ഞാൻ യാത്ര തുടങ്ങുകയായിരുന്നു. അന്നും ഞാൻ എൻ്റെ മനസ്സിൽ ഒരു അടച്ച റൂമിലിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറായിരുന്നില്ല, തേടുകയായിരുന്നു. എൻ്റെ സിരകളിൽ എന്തോ അങ്ങനെ ഒരു രക്തമുണ്ടായിരുന്നു. ആ പ്രായത്തിൽ തന്നെ ഞാൻ പ്രാദേശികമായ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാഗസിനുകൾക്ക് സംതിങ് ഡിഫറൻ്റായ ചിത്രങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അമ്മ എനിക്ക് സ്വന്തമാക്കി വാങ്ങിച്ചു തന്ന ക്യാമറയിലൂടെ ഞാൻ എടുത്തു കൊടുക്കുമായിരുന്നു. കൊച്ചു കൊച്ചു പടങ്ങൾ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ഗൃഹലക്ഷ്മി പോലുള്ള മാഗസിനുകൾ അടിച്ചു വരാറുണ്ടായിരുന്നു. ഈ കാലയളവിൽ തന്നെയാണ് മലയാള മനോരമയുടെ നേതൃത്വം കൊടുക്കുന്ന ബാലജന സംഘടനയായ ബാലജനസഖ്യത്തിൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു ഞാൻ. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. ആദ്യകാല പ്രവർത്തകരിൽ മുന്നിൽ എൻ്റെ ജ്യേഷ്ഠൻ മണിയേട്ടനും ഉണ്ടായിരുന്നു. തുടർന്ന് സഖ്യത്തിൻ്റെ കോട്ടയ്ക്കൽ കൈരളി ബാലജന സഖ്യത്തിലൂടെ അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വം, ജില്ലാതല ഭാരവാഹിത്വം, സംസ്ഥാനതല ഭാരവാഹിത്വത്തിലൂടെ ഞാൻ സ്വമേധയാ തന്നെ ഞാൻ ഉയർന്നു വരികയായിരുന്നു. ആ വേളയിൽ തന്നെ സഖ്യം പരിപാടികളുടെ ജില്ലാതല പരിപാടികളൊക്കെ പലപ്പോഴും ഞാൻ തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്നീ സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലെ സംബന്ധിച്ച് ചിത്രങ്ങൾ പത്രത്തിൽ അന്നേ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന പടങ്ങളും ഒക്കെ തന്നെ പലപ്പോഴായിട്ട് വരാറുണ്ടായിരുന്നു. അതുപോലെ കലോത്സവങ്ങളിൽ പാട്ടൊഴികെ ഞാൻ കൈവയ്ക്കാത്ത മേഖലകൾ ഒന്നും തന്നെ ഇല്ല. ഡാൻസ് ഉൾപ്പെടെ എനിക്ക് വഴങ്ങുമായിരുന്നു. ഡാൻസായാലും മിമിക്രി ആയാലും മോണോ ആക്റ്റായാലും ഇത്തരം എല്ലാറ്റിലും ഒരു നൈപുണ്യമുണ്ടായിരുന്നു. മലയാളത്തിൻ്റെ നക്ഷത്രങ്ങളിലൂടെ വളർന്നു വലുതായ വിനീത് എനിക്ക് ജൂനിയറായിട്ട് എപ്പോഴും ഞങ്ങൾ തമ്മിലായിരുന്നു സംസ്ഥാനതല ബാലജനസഖ്യത്തിൻ്റെ കലോത്സവങ്ങളിലും ഏറ്റുമുട്ടാറുണ്ടായിരുന്നത്. ആ കാലത്ത് അമ്മയുടെയും അച്ഛൻ്റെയും ജ്യേഷ്ഠൻ്റെയും ഇൻഫ്ലുവൻസ് ഒരു പ്രേരണ കൊണ്ട് തന്നെയാണ് അന്ന് പോപ്പുലറായിരുന്ന കെനൺ ക്യാമറയും നിക്കോൺ ക്യാമറയും മിനോൾട്ട എം ഇ സൂപ്പർ എന്നുള്ള ക്യാമറയും പെൻഡെക്സ് K1000 പെൻഡെക്സ് എം ഇ സൂപ്പർ ഈ 2 ക്യാമറയായിരുന്നു ആ കാലയളവിൽ ഞാൻ എൻ്റെ അഭ്യാസങ്ങൾ പയറ്റിയിരുന്ന മാനുവൽ ക്യാമറകൾ. K1000 പൂർണ്ണമായിട്ടും
പെൻറ്റെക്സ് K1000 പൂർണ്ണമായും മാനുവൽ ക്യാമറയായിരുന്നു. സ്റ്റുഡിയോയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളെടുത്ത് അതിൻ്റെ സയൻസ് എല്ലാം തന്നെ ഞാൻ സ്വായത്തമാക്കിയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് മാജിക്കുകൾ കാണിക്കാൻ ഈ സയൻസ് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പമായിരുന്നു. ഈ വേളയിൽ തന്നെയാണ് ഭാഗ്യവശാൽ കലാമണ്ഡലത്തിൽ അന്ന് കലാമണ്ഡലത്തിൽ നടന്ന ഒരു ഷൂട്ടിങ്ങിൽ എനിക്ക് ഭാഗ്യത്തിന് NL ബാലകൃഷ്ണൻ എന്നുള്ള ക്യാമറാമാൻ്റെ കൂടെ മാറാട്ടം എന്ന സിനിമയുടെ G അരവിന്ദൻ്റെ മാറാട്ടം എന്ന സിനിമയിൽ NL ബാലകൃഷ്ണൻ്റെ അസോസിയേറ്റായിട്ട് ഈ കൊച്ചു പയ്യൻ ആയ എനിക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ മാജിക്കുകൾ അറിയാവുന്നതുകൊണ്ട് തന്നെ അന്നായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഊർമിള ഉണ്ണി ആദ്യമായി രംഗപ്രവേശം ചെയ്തത് ആ സിനിമയിലൂടെയാണ്. മാറാട്ടം എന്നായിരുന്നു സിനിമയുടെ പേര്. G അരവിന്ദൻ, ഷാജിയായിരുന്നു ക്യാമറ. പിന്നീടാണ് ഷാജി എൻ കരുൺ ക്യാമറ സംവിധായകനിലേക്ക് വന്നത്. അവർക്കൊപ്പം 10-15 ദിവസത്തോളം കലാമണ്ഡലത്തിൽ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ക്യാമറ NL ബാലേട്ടൻ എന്ന് വിളിക്കുന്ന NL ബാലകൃഷ്ണൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നത് എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇന്നും കാണുന്നു, കരുതുന്നു. എൻ്റെ ആദ്യ പ്രണയം, അന്ന് അതിന് പ്രണയം എന്ന് പറയാമോ എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ മുള പൊട്ടിയത് പാണ്ഡമംഗലത്ത് താമസിക്കുന്ന വേളയിൽ ഉണ്ടായ അനുരാഗമാണ്. ഇന്നും ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു കാര്യങ്ങളിൽ 1500ഓളം വരുന്ന പ്രണയലേഖനങ്ങളാണ്. കോട്ടക്കൽ നഗരത്തിൽ ഹൃദയഭാഗത്ത് രജിസ്ട്രാർ ഓഫീസ് എന്ന് പറയുന്ന ഒരു സർക്കാർ ഓഫീസുണ്ട്. ആ വളപ്പിലെ വലിയ കിണർ എൻ്റെ അച്ഛൻ പടിയിറക്കപ്പെട്ട കുടുംബത്തെ നോക്കാൻ വേണ്ടി കൂലിപ്പണി ചെയ്ത് കുഴിച്ച കിണറാണ്.